ബോഡിയുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് ഹാലൂസിനേഷൻ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ ആലോചിച്ച് ആ ഒരു മൊമെന്റ് ഒരു ബ്രേക്കിംഗ് മൊമെന്റ് വരുന്ന സമയം. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ചർച്ചയാണ് നമ്മുടെ കാർത്തിക് സൂര്യയുടെ കാവടി. അപ്പോൾ കാപ്പ് കെട്ടി കാവടി എടുക്കുന്നു, അങ്ങനെ ആ ഒരു സ്കീമിലോട്ട് കാർത്തിക് സൂര്യ പോവുകയും അത് ഭയങ്കര ഫേക്കാണെന്നുള്ള രീതിയും പിന്നെ വിശ്വാസത്തെ ചർച്ച ചെയ്യുന്നു, മതപരമായ ഒരുപാട് ചർച്ചകൾ, കമൻസുകൾ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് കാർത്തികിൻ്റെ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കാണാം. കാപ്പ് കെട്ടി അനുഗ്രഹം കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. വിളിച്ചൂടാ, വിളിക്കാം. ഇങ്ങോട്ട് പിടിച്ച എന്നെ തന്നെ ഇല്ല. മതി 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 മതി, ഞാൻ വരും. ഓ അടിച്ചോ. ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെ മാനിക്കുന്നു. എല്ലാ മതത്തിനും അവരുടേതായ വിശ്വാസമുണ്ട്. അതിനൊരിക്കലും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു റൈറ്റ്സും തന്നെ നമുക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ മതത്തിൻ്റെ പേരിൽ അടികൂടുന്നവരും വർഗീയത പറയുന്നവരും മതത്തിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരും അങ്ങനെ ചെയ്യുന്നവരെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു മതത്തിൻ്റെ പേരിൽ മറ്റൊരുത്തൻ ദ്രോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും എനിക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നിനക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വാസം ആണ്, അതിലെ ആചാരങ്ങൾ നിനക്ക് വിശ്വാസമാണ്, അത് നിനക്ക് താല്പര്യമാണെങ്കിൽ നീ അതിൽ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. പക്ഷെ നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ദോഷവും വരരുത് എന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ മതത്തിൻ്റെ വിശ്വസിക്കുന്നതുകൊണ്ടും അതിൽ ഉള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരിക്കലും എനിക്കൊരു വിയോജിപ്പില്ല. നിന്റെ വിശ്വാസം, ഇപ്പം ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസം നിനക്കും എനിക്കുമുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസം. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. മതത്തിൻ്റെ പേരിലുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഈ മതപരമായി നിന്റെ എന്തെങ്കിലും വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ കാർത്തിക് സൂര്യയുടെ ഈ കാപ്പ് കിട്ടിയ അനുഗ്രഹം കിട്ടിയെന്നുള്ള വീഡിയോ, ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ കേട്ടോ, അതായത് കാവടി എടുക്കുന്നു എന്നുള്ളൊരു വീഡിയോ കേട്ടോ. ഈ വീഡിയോക്കൊക്കെ ഒരുപാട് വിമർശനങ്ങളും പിന്നെ ഇത് കാർത്തിക് സൂര്യയുടെ അഭിനയമാണെങ്കിൽ ഇവൻ അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് അങ്ങോട്ട് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല, പോലെ എനിക്ക് തോന്നി. എന്തായാലും അതിൻ്റെ ചെറിയൊരു ഭാഗം കേൾക്കാം. ഒരു എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് പറയാനും പറ്റില്ല. എൻ്റെ ലൈഫിൽ എവിടെയും ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് വന്നിട്ടില്ല. വിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും കണ്ട് പേടിക്കുകയാണെങ്കിൽ അടക്കം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. വരാത്തതുകൊണ്ട് ഇപ്പം എനിക്ക് എന്ത് പറയാനാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും എനർജി ഓവർഫ്ലോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാനല്ലാത്ത രീതിയിൽ എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാന്താര എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ കാന്താര എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തില് ദൈവം അനുഗ്രഹിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു എനർജി ഫ്ലോയില് എന്ന് പറഞ്ഞ് നടക്കണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം എത്ര പേര് ഇത് അനുഗ്രഹിക്കും. അപ്പൊ അത് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് അത്. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെ വരാം. ഇപ്പൊ നമുക്ക് ഷോർട്ട് ടൈമാണ്, നമുക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്. പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇല്ല എന്ന് എങ്ങനെ ഉറച്ചു പറയാൻ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിക്കും അതുപോലെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നവർക്കും സാധിക്കും. ദൈവം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. 100ക്ക് 110% ദൈവം ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ദൈവം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? ഉണ്ട്, ദൈവമുണ്ട്. അതിപ്പോൾ ഈ പറയുന്നത് പോലെ മതപരമായി കൊടുത്ത രൂപങ്ങളോ കാര്യങ്ങളോ ആണോന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനും വിശ്വസിക്കുന്ന ഒരു മതമുണ്ട്.
ആ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ സങ്കടങ്ങൾ പറയുന്നുണ്ട്, വിഷമങ്ങൾ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹാപ്പിനെസ് ആയാലും എന്തായാലും ഞാൻ ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു കോണ്ടാക്ട്, എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സാധനങ്ങൾ ഞാൻ ദൈവത്തിനോട് പറയും. അപ്പോൾ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലെന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവമില്ലെന്നാണ് പറയുന്നത്, ഓക്കെ ആയിക്കോട്ടെ. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം, ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ ഒരു വിശ്വാസമാണ് ഈ പറയുന്ന കാവടിയും അതിന് ചുറ്റി വരുന്ന വിശ്വാസം. ആ വിശ്വാസം അത് വേറെന്തോ ആണ്, ദൈവമില്ല, അങ്ങനത്തെ ആ ഒരു സ്കീമിൽ ആ ഒരു ലെവലിലോട്ട് അത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായി? അത് പറയേണ്ട കാര്യമില്ല. അത് കാർത്തിക് സൂര്യയുടെ വിശ്വാസവും കാർത്തിക് സൂര്യതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം പബ്ലിക്കിൽ കാണിക്കുന്നു? ഈസ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, അതുകൊണ്ട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഒരു എനർജി നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. അത് പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ചില സാഹചര്യങ്ങൾ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാ സാഹചര്യവും നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവം ഉണ്ട്. അതിപ്പോൾ ഈ മറ്റുള്ളവർ പറയുന്ന പോലെ രൂപമാണോ എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു രൂപമുണ്ട്. അത് നമുക്കൊരു മീഡിയ വേണമല്ലോ. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനും അത് വെറുതെ നമുക്കിങ്ങനെ വായുവിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടു പറയാൻ ഒരു ഫേസ് വേണം. അത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? അതത്രേ ഉള്ളൂ. അല്ലാണ്ട് ദൈവമില്ല എന്ന് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവമുണ്ട്. കാരണം ലൈഫിൽ പല സിറ്റുവേഷനിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തിന് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാം ഇങ്ങനെ പബ്ലിക്കലി വിളിച്ച് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും കാർത്തിക് ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇന്ന് ഈ വീഡിയോയിൽ പലരും ആദ്യമായിട്ടായിരിക്കും വേൽ കാവടി അല്ലെങ്കിൽ കാവടി എടുക്കാൻ നിൽക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നത് കാണുന്നത്. ആ ഒരു സമയത്ത് ഉള്ളിലുണ്ടായിരുന്നൊരു ഫീല് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്ന് അമ്പലത്തിനകത്ത് കയറി ദീപാരാധന കണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം മുതൽ ശരീരത്തിന് ഭയങ്കര ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. എന്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടി തുടങ്ങി. ഇങ്ങനെ ബോഡിക്ക് ഒരു മൊമെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് അവിടെ കാപ്പ് കെട്ടാൻ സമയമായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, എന്റെ ബോഡി മൂവ് ആവുന്നത്, സൗണ്ട് കേൾക്കുന്നത്. എന്റെ കണ്ണടഞ്ഞാണ് ഇടുന്നത് ആ സമയം മൊത്തം. ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് ചുറ്റും, ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബോഡി കംപ്ലീറ്റ്ലി ഒരു ഇൻവോളണ്ടറി സ്റ്റേറ്റിലായിരുന്നു അന്നേരം. ഇപ്പൊ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് നടന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. ഇതേ ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മള് വേല് കുത്താൻ നേരത്തും എനിക്ക് ഒന്നും ഫീൽ ആവില്ല അന്നേരം. നിങ്ങളടുത്ത് തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എനിക്കറിയില്ല സത്യമായിട്ടും ഇത് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഞാൻ അത്രത്തോളം ഉള്ളുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അമ്പലത്തിലെത്തി പായസം നേദിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ വേൽ കുത്തുന്ന ഞാനും പണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അവർക്ക് ആ സമയത്ത് വേറെ എന്തോ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും, ഫീൽ ആയിരിക്കും. ഇത് കുത്തുന്ന വേദന പോലും അറിയത്തില്ലെന്ന് പറയും. എനിക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് അറിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പോൾ ഇത് അവരുടെ ദൈവികമായ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ ദൈവം എല്ലാവർക്കും എനിക്ക് അനുഗ്രഹം കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും ഇനിയിപ്പോൾ കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ എന്തിനാ ദൈവം? അങ്ങനെയല്ല. അത് നമ്മളുടെ മനസ്സുകളും നമ്മുടെ ആഗ്രഹങ്ങളും അത് വേറെ ലെവലാണ്. അത് ഈ സയൻസുമായിട്ട് എനിക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അല്ലാതെ എനിക്കതൊരിക്കലും സയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ചില സാഹചര്യങ്ങളിൽ നമുക്കത് മനസ്സിലാവും. ദൈവം അത് ഒരു ശക്തിയാണ്, ഒരു പവറാണ്. ആ പവർ ഉണ്ടാവും. നമുക്കിപ്പോൾ എന്ത് പറയാം, നിരീശ്വരവാദികളായിട്ട് നടക്കുന്നവർ അത് പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമാക്കി എടുക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണ് അത് പറഞ്ഞു തരേണ്ടത്. എന്തായാലും സീക്രട്ട് ഈ ഒരു ഇത് കണ്ടിട്ട് അടുത്ത എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. ബോഡിയുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് ഹാലൂസിനേഷൻ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ ആലോചിച്ച് ആ ഒരു മൊമെന്റ്, ഒരു ബ്രേക്കിംഗ് മൊമെന്റ് വരുന്ന സമയത്ത് ഒരു ഹാലൂസിനേഷനിലേക്ക് പോവാണ്. ആ ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ് ബാക്കി പറയുന്നത് കേൾക്കുന്നതും ഇൻവോളണ്ടറി ആയിട്ട് അങ്ങനെയൊക്കെ ദേഹമാവുന്നത്. അത് ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ്. അല്ലാതെ ഈ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങോട്ട് കിട്ടി അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി.
എന്താണെങ്കിലും കാർത്തികിന് ഈ സീരീസ് ഓഫ് വീഡിയോസ് കാരണം കുറെ നെഗറ്റീവും വരുന്നുണ്ട്, കുറെ പോസിറ്റീവും. ഹാലുസിനേഷൻ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതെന്തോണം ആ ടൈമിൽ ആ ഒരു സെക്കൻഡിൽ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന കാർത്തിക് സൂര്യ. ഇത് കാർത്തിക് സൂര്യയുടെ മാത്രം കാര്യമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയാമെന്നുള്ളതാണ്. അവരൊക്കെ പറഞ്ഞുള്ള അറിവുകളാണ്. ആ ഒരു സെക്കൻഡിൽ എന്തോ ഹാലുസിനേഷൻ കയറാൻ എനിക്ക് തോന്നുന്നില്ല. അത് ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തേ അറിയാൻ പറ്റത്തുള്ളൂ. അത് ഏതൊരു കാര്യമായാലും. അല്ലാതെ ഇങ്ങനെ ഒരാൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. അത് ഓഫ് കോഴ്സ് മനസ്സിലാവത്തില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദൈവം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ സീക്രട്ട് ആയിട്ട് പറയുന്നത്. കാർത്തിക് സൂര്യ അതല്ല പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പവറുണ്ട്. ആ പവർ അത് ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരണം, അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം, ലൈഫിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് വരണം. എങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.